ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റി ടോസ്റ്റി ലൈഫ്. ഇന്നത്തെ വീഡിയോ ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ വീഡിയോ ആണ്, വ്ളോഗാണ്. ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരെണ്ണമായിട്ട് ഇട്ടാൽ വളരെ ലോങ് വീഡിയോ ആയി പോവും. സോ ഐ ഹോപ്പ് നിങ്ങൾ 2 വീഡിയോസും കാണും, രണ്ടും ഇഷ്ടപ്പെടുമെന്ന്. ആനിവേഴ്സറി ആയിട്ട് നമ്മൾ പോയത് വേദിക് വില്ലേജ് റിട്രീറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്, സ്ഥലത്തേക്കാണ്. അത് പെരിയാറിൻ്റെ സൈഡിലാണ് ഇവരുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ 2 ദിവസത്തേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തന്നു. പിന്നെ ഇതാണ് ആ റിസപ്ഷൻ ഏരിയ, വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നേരെ കാണുന്നതാണ് അവരുടെ ഡൈനിങ് ഏരിയ. സോ ഞാൻ ആദ്യം റൂംസ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് പപ്പേൻ്റെ റൂമാണ്. ആക്ച്വലി നമ്മളൊരു പ്രീമിയർ റൂമാണ് ബുക്ക് ചെയ്തത്. അവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു. പിന്നെ ഇവർക്ക് പല കൺസെപ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയർ റൂം. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു മോഡേൺ ഇതാണ്, സംഗതികളാണ് എല്ലാം. ഈവൻ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ലോക്സ് വരെയാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മോഡേൺ സ്റ്റൈലാണ്, വാർഡ്രോബ് ആണെങ്കിലും അല്ലാതെ. നമ്മൾ ബുക്ക് ചെയ്തത് ഹെറിറ്റേജ് ടൈപ്പുള്ള ഹെറിറ്റേജ് റൂംസാണ് ഇവരുടേത്. പിന്നെ ലേക്ക് വ്യൂ ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓരോന്നും കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ റൂമിൻ്റെ നമുക്ക് ബാത്റൂമാണ് കേട്ടോ തോന്നിയത്. ബാത്റൂം ഓപ്പൺ ബാത്റൂമാണ് ഇവിടെ. അതായത് പാർട്ടീഷൻ ഉണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഡോർസ് ഉണ്ട്. സോ നമുക്ക് എവിടെ നിന്നും വേണം ഷവർ ചെയ്യാം. പുറത്ത് ഓപ്പൺ ഏരിയയിൽ നിന്നിട്ടും ചെയ്യാം, ഉള്ളിലും ചെയ്യാം. സോ അതൊരു ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കണ്ടത്. സോ അത് നല്ല രസമായിട്ട് തോന്നിയിട്ട് നമുക്ക്. ഇവിടെ പുറത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ നേരെ മുമ്പിലാണ് പൂള് വരുന്നത്. പൂള് അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പെരിയാർ റിവറാണ്. അത് ഞാൻ കാണിച്ചു തരാം.
ആ കാണുന്നതാണ് ഇവരുടെ ഹെറിറ്റേജ് റൂംസ്. അങ്ങനത്തെ 2 റൂംസാണ് ഉള്ളത്. അതിലൊരെണ്ണമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അതിന് നേരെ മുന്നിൽ നമുക്ക് ഇത് കാണാം, പെരിയാർ കാണാം. പിന്നെ അതിന് സൈഡിലൊരു ഹാമൊക്കെ ഉണ്ടായിരുന്നു. മിന്നു കിട്ടുന്ന സമയം മൊത്തം അതിലിരുന്ന് ആടുമായിരുന്നു. അവിടെ ആ കാണുന്നതാണ് അച്ഛൻ്റെ റൂം. പിന്നെ ഇവിടെ ഈ 2 എണ്ണത്തിൽ രണ്ടാമത്തതാണ് നമ്മളുടെ റൂം. ഇവിടെ പുറത്ത് വെറുതെ ഇരിക്കാൻ തന്നെ എന്തൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല കാറ്റൊക്കെ ആയിട്ട്. സോ ഇത് നമ്മുടെ ഈ റൂം കംപ്ലീറ്റ് ഒരു എന്താ പഴയ കാലത്തെ പോലെയാണ് ആക്കിയിരിക്കുന്നത്. അതിൻ്റെ ലൈക്ക് ഡ്രസ്സിങ്, ഈ സാധനമാണെങ്കിൽ അതെ, ക്ലോത്ത്സ് വെക്കേണ്ട വാർഡ്രോബ് ആണെങ്കിൽ അതെല്ലാം പഴയ സ്റ്റൈലിലാണ്. കംപ്ലീറ്റ് ഒരു വുഡൻ ഇതും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റൂം മറ്റേ റൂമിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ വലിപ്പം കൂടുതലാണ്. പിന്നെ ബാത്റൂം കാണിച്ചു തരാം. ഇത് നല്ല ഭംഗിയുള്ള ബാത്റൂം തന്നെയാണ്. ഓൺലി ഡിഫറൻസസ് ഇവിടെ ഔട്ട്ഡോർ ഷവർ ഏരിയ ഇല്ല. ഷവർ ഏരിയ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അവിടെ ഒരു ഗ്ലാസ് ഡോർ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വ്യൂ അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷേ പുറത്ത് ഷവർ ഏരിയ ഇല്ല എന്നുള്ളൂ. ഈ റൂമിലെ അലമാരയാണെങ്കിലും അതെ, ടേബിളൊക്കെയാണ് എല്ലാം ആ ഒരു പഴയ ടൈമിൻ്റെ പോലത്തെയാണ്. പഴയ ടൈമിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം വുഡനാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കോസി ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഈ റൂമിന്. പിന്നെ നേരെ മുമ്പിൽ ഇതാണ് വ്യൂ, വിച്ച് വാസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമായിരുന്നു നമുക്ക്. ഒരു വിൻഡോന്ന് ലേക്ക് വ്യൂ ആണ്, ഒരു വിൻഡോന് നമുക്ക് ഗാർഡൻ്റെ വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ ഈ അലമാര ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഉള്ളിൽ ലൈക്ക് മറ്റേനെ പോലെ തന്നെ സെയിം തന്നെയാണ്. തുറക്കണത് ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ടേബിളില്ല, ഞാൻ അതും തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ.
നമുക്ക് ഇവിടെ 2 മണിക്കായിരുന്നു കേട്ടോ ചെക്ക് ഇൻ ടൈം. അപ്പോൾ നമ്മൾ ഇച്ചിരി നേരം മുമ്പ് വന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പിന്നെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. അവിടെ തന്നെയാണ് ലഞ്ച് കഴിച്ചത്. ഫുഡ് നല്ല ടേസ്റ്റ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. വെജ് നോൺ വെജ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ, ഓപ്ഷൻസ് സീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞാനും അച്ഛനും വെജ് ആണ് ഓർഡർ ചെയ്തത്. ഏട്ടനും മോളും ഒരു നോൺ വെജ് താലിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാനും പപ്പയും വെജിറ്റേറിയൻ വെജ് പുലാവും പിന്നെ ദാൽ ഫ്രൈയും ആണ് പറഞ്ഞത്. ഞാൻ ഫുഡെല്ലാം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ. അത് അവരൊരു ഷിപ്പിനെ പോലെയാണ് മോഡൽ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു. നമ്മൾ എന്ത് ചോദിച്ചാലും എല്ലാത്തിനും എപ്പോഴും അവരുണ്ടായിരുന്നു. സോ നമ്മുടെ റൂം നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ നോൺ വെജ് താലി. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഏട്ടന് നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. നമ്മൾ പിന്നെ അതുകൂടാണ്ട് ആലു പൊറാട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ട് ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ തുടങ്ങിയതാണ് മിന്നു പൂളിൽ പോകണം, പൂളിൽ ഇറങ്ങണം എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ റെഡിയായി. പതുക്കെ സ്റ്റെപ്പ് 1 by 1 പതുക്കെ ആ സൈഡിൽ പിടിച്ച് പിന്നെ നന്നായിട്ട് നമ്മളെല്ലാവരും പൂളിലിറങ്ങി കുറേ നേരം പൂളിൽ എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം സമയമായില്ല, അതുകൊണ്ട് നല്ലൊരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ കുറേ നേരം പൂളിലൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ രാത്രിയിൽ എനിക്കൊരു ചെറിയ സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർപ്രൈസ് എന്താണെന്നുള്ളതും പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ റൂമൊന്ന് ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ആ റൂമിൻ്റെ അത് ഏത് റൂമാണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പാർട്ട് 2 കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അതും കൂടെ കാണണം കേട്ടോ. അങ്ങനെ വൈകുന്നേരം നല്ല വ്യൂ കണ്ടുകൊണ്ട് നമ്മൾ നല്ല ചൂട് ചായയും സ്നാക്സൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. പാർട്ട് 2 ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.